അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയണത് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉള്ളവരാണല്ലോ അല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ ആ ആവശ്യം നമുക്ക് ഒരാഴ്ച കൊണ്ട് എങ്ങനെ നേടിയെടുക്കാം, ഒരാഴ്ച കൊണ്ട് ഒരു ആത്മീയ ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിരിക്കണ്. ഞാനും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമ്മുടെ ആവശ്യം നിറവേറും എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി, നല്ല നിയ്യത്തോടു കൂടി എൻ്റെ കാര്യം ശരിയാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്താൽ നമുക്ക് നമ്മുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ഒരുപാട് എല്ലാവരും ബഹളമൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടിയാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിയിൽ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, ഇത് നാളെ ശനിയാഴ്ചയാണല്ലോ, ഇന്ന് വെള്ളിയാഴ്ച, അപ്പോൾ നാളെ ശനിയാഴ്ചയാണല്ലോ, അപ്പോൾ നാളെയാണ് ഈ അമൽ തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ വീഡിയോ ചെയ്യാൻ കരുതിയിട്ടാട്ടോ ഇത്ര ധൃതിയിൽ എടുത്തത്. പിന്നെ ഇനി നാളെ രാവിലെ ചെയ്ത് എപ്പോഴാണ് ഇടുക, പോസ്റ്റാക്കാൻ പറ്റുകയെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ഇടാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തട്ടോ. പരസ്പരം പ്രാർത്ഥനയാണ്, ദുആ നമ്മളെ വലിയൊരു ആയുധമാണല്ലോ അല്ലേ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച മുതലാണ് ഇത് തുടങ്ങേണ്ടത്. ആദ്യം 100 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. എല്ലാതും 100 പ്രാവശ്യം ചെയ്താൽ മതി. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമോ സുബ്ഹ് നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമോ ചെയ്യാം. ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണെന്ന് കരുതിയിട്ട് ചെയ്യേണ്ടത് ദിവസത്തിൽ ഒരു പ്രാവശ്യം. നമുക്കല്ലാതെ ഇപ്പം എങ്ങനെ പറഞ്ഞുതരിക, ഇപ്പം നമ്മൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പിന്നെ നമ്മൾ ഇന്നൊരാവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരാഴ്ചത്തെ കാര്യം ഞാൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ദിവസത്തിൽ എപ്പോഴാണ് നമുക്ക് സമയം കിട്ടണത് ആ സമയത്ത് ഒറ്റ ഇരിപ്പിൽ തന്നെ, കാരണം വളരെ സിമ്പിളാണ്, ചെറിയൊരു അമലുള്ളൂ. അപ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ട അമലാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഖുർആൻ്റെ ക്ലാസ്സൊക്കെ എടുക്കണം വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഒഴിവ് കിട്ടണില്ല, തിരക്കാണ്, ഓരോ തിരക്കാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ എടുക്കണം. നമ്മളെന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ചെയ്യാം. പക്ഷെ നമ്മൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്നൊക്കെ പറയില്ലേ, നമ്മൾക്ക് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് സംസാരിക്കാൻ പറ്റിയ ഒരു എല്ലാ നിസ്കാരത്തിന് ശേഷവും പറ്റും. അതുപോലെ തന്നെ ആദ്യ നിസ്കാരത്തിന് സുബ്ഹ് നിസ്കാര ശേഷമൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. സുബ്ഹ് നിസ്കാര ശേഷം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണത്, അതുപോലെ തന്നെ മഗ്‌രിബ് നിസ്കാര ശേഷം, തഹജ്ജുദ് നിസ്കാര ശേഷം, അതൊക്കെ നിങ്ങളിഷ്ടം. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നല്ല നീയത്ത് വിചാരിച്ചിട്ട് കരുതാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ നാളെ ശനിയാഴ്ച തുടങ്ങിക്കോളി. യാ റഹ്മാനു യാ റഹീമു എഴുതിയെടുത്തോളിട്ട് എല്ലാവരും. ഞാനത് സ്ക്രീനിലൊന്നും കൊടുക്കണില്ല. ഞാൻ അടുത്ത ശനിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് ഒന്നും കൂടി ഇടുന്നുണ്ട്. ഞാൻ ഈ വീഡിയോനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ എഴുതാൻ പറ്റും ഇൻഷാ അല്ലാഹ്, ഉറപ്പില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഓരോ തിരക്കാണ്. പറ്റുകയെന്നുണ്ടെങ്കിൽ എഴുതിക്കാണ്ടൊക്കെ സൂപ്പറാക്കിയിട്ട് അങ്ങനെ അന്നത്തിലിടുന്നുണ്ട്. ഇതൊക്കെ എഴുതിയെടുക്കാൻ പറ്റുമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതിയെടുത്തുകൊണ്ട് ചെയ്യട്ടോ. യാ റഹ്മാനു യാ റഹീമു അതാട്ടോ ശനിയാഴ്ച ചെയ്യേണ്ടത്. 100 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഞായറാഴ്ച യാ വാഹിദു യാ അഹദു, യാ വാഹിദു യാ അഹദു, അതും 100 പ്രാവശ്യം. തിങ്കളാഴ്ച യാ സ്വമദു യാ ഫർദു, യാ സ്വമദു യാ ഫർദു. ചൊവ്വാഴ്ച യാ ഹയ്യു യാ ഖയ്യൂം,
യാ ഹയ്യു യാ ഖയ്യൂം. ബുധനാഴ്ച യാ ഹന്നാനു യാ മന്നാനു, യാ ഹന്നാനു യാ മന്നാനു. വ്യാഴാഴ്ച യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം. വെള്ളിയാഴ്ച അവസാന ദിവസമാണ് കേട്ടോ. ഈ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മളെ ദുആ നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ അതിൽ നിയ്യത്ത് വെച്ചിക്കാണ്ട് നമ്മൾ ആവശ്യം നിറവേറും എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യാം ഈ വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ നമ്മൾ ഇത് ചെല്ലണം എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ ആവശ്യം നിറവേറാൻ വേണ്ടി നമ്മൾക്ക് ഒരു പ്രത്യേക ആവശ്യം ഉണ്ടാവുമല്ലോ, ആ ആവശ്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വെള്ളിയാഴ്ച യാ അല്ലാഹു യാ ഹുവ, യാ അല്ലാഹു യാ ഹൂ, യാ അല്ലാഹു യാ ഹൂ. അത് 100 പ്രാവശ്യം ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ ചിലപ്പോൾ ഇത് ചൊല്ലണതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് അത്ഭുതം കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാർഗം, എന്തെങ്കിലും ഹലാലായ നല്ല മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരും. നമ്മളെ തടസ്സങ്ങളൊക്കെ നീങ്ങാനും നമ്മളെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് നിയ്യത്ത് വെച്ചിട്ടാണോ ചൊല്ലുന്നത് ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത് ചൊല്ലിയപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഓരോ ദിവസം ഷോർട്സ് ആയിട്ടിട്ട് അത് എഴുതിക്കാണ്ട് ഇട്ടാൽ നിങ്ങൾക്ക് മറക്കില്ല, നീ പുതിയ അങ്ങനെ മറക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഒന്നും കൂടി പ്രചോദനമാകും കരുതിയിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റാക്കാം, അല്ലെങ്കിൽ നാളെ പോസ്റ്റാക്കാം കേട്ടോ ഷോർട്സിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. നമ്മളെല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ ഇൻഷാ അല്ലാ. ഈ ഇസ്മുകൾക്കൊക്കെ വളരെയധികം പവർഫുള്ളാണ് കേട്ടോ. ചൊല്ലിയിട്ട് ഫലം കിട്ടിയാൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണം. അല്ലാതെ വെറുതെ ഇത് കേട്ടിക്കാണ്ട് അങ്ങനെ നിസാരാക്കിയിട്ട് കളഞ്ഞു പോകണം കേട്ടോ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.